ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഖം എല്ലാവർക്കും. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്ക്രീം എന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ്. ആദ്യത്തെ ഭാഗത്തിന്റെ നേരെ കണ്ടിന്യൂഷൻ ആണ് ഈ സിനിമ. അതുകൊണ്ട് ആദ്യത്തെ ഭാഗം കണ്ടതിന് ശേഷം മാത്രം ഈ സിനിമ കാണാൻ ശ്രമിക്കുക. ആദ്യത്തെ ഭാഗത്തിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ കഥ തുടങ്ങുന്നത് ഒരു സിനിമാ തിയേറ്ററിൽ നിന്നാണ്. സമയം രാത്രിയാണ്. ഈ തിയേറ്ററിൽ കളിക്കുന്ന സിനിമയുടെ പേര് സ്റ്റാബ്. ഇതൊരു ഇൻസ്പിറേഷൻ സിനിമയാണ്. അതായത് സ്ക്രീം ഫസ്റ്റ് സിനിമയിൽ നടന്ന സംഭവങ്ങളുണ്ടല്ലോ, ആ കൊലപാതകങ്ങൾ, ആ കാര്യങ്ങൾ എല്ലായിടത്തും സ്പ്രെഡായി. അതുകൊണ്ട് അതിലെ കാര്യങ്ങൾ ഇൻസ്പയർ ചെയ്തിട്ടാണ് സ്റ്റാബ് എന്ന സിനിമ ഇറക്കിയിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗോസ്റ്റ് ഫേസ് ഉണ്ടല്ലോ, ഇതിലെ കില്ലർ, ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ആ കില്ലറിന്റെ കോസ്റ്റ്യൂം ഇട്ടിട്ടാണ് ഈ സിനിമ കാണാൻ പോകേണ്ടത്. ഇപ്പൊ കാണാൻ വരുന്ന ആൾക്കാർക്കൊക്കെ ആ കോസ്റ്റ്യൂം അവർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ 3D സിനിമയ്ക്ക് കയറുമ്പോൾ കണ്ണാടി കൊടുക്കത്തില്ലേ, അതേപോലെ തന്നെ. ഇനി നമുക്ക് ഈ സിനിമയിലെ മെയിൻ കഥാപാത്രങ്ങളെ പരിചയപ്പെടാം. ഈ രണ്ടുപേരെ കണ്ടിരെ, ഇവര് കപ്പിളാണ്. ലേഡിയുടെ പേര് മൗറി, അവളുടെ ബോയ് ഫ്രണ്ടിന്റെ പേര് ഫിൽ. ഈ മൗറീനെ സംബന്ധിച്ച് അവൾക്ക് ഈ ഹൊറർ സിനിമകളൊന്നും കാണാൻ താല്പര്യമില്ല. എന്നാൽ ഫില്ലിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഈ പടം ഇറങ്ങിയപ്പോൾ തന്നെ അവൻ ഇവളെയും വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അങ്ങനെ വേഗം തന്നെ ആ ഗോസ്റ്റ് ഫേസിന്റെ കോസ്റ്റ്യൂം ഒക്കെ മേടിച്ചിട്ട് അവർ തിയേറ്ററിന്റെ അകത്തേക്ക് കയറി. ഇനിയിപ്പോൾ തിയേറ്ററിന്റെ അകത്തെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും ആ കോസ്റ്റ്യൂം മേടിച്ചിട്ടുണ്ട്. മാത്രമല്ല എല്ലാവരുടെ കയ്യിലും ഒരു ഡമ്മി കത്തിയുണ്ട്. അവരതൊക്കെ വെച്ച് ഓരോരോ കോപ്രായങ്ങൾ കാണിക്കുകയാണ്. ഇനിയിപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തിയേറ്ററിന്റെ അകത്ത് എങ്ങാനും ചോര കണ്ടാൽ അത് ആരുടെ ദേഹത്താണെങ്കിലും ആരും തന്നെ അത് മൈൻഡ് ചെയ്യത്തില്ല. അതും ഈ സിനിമയുടെ പ്രൊമോഷൻ ആണെന്ന് എല്ലാവരും വിചാരിക്കത്തുള്ളൂ. അങ്ങനെ പടം തുടങ്ങി. സ്ക്രീം ഫസ്റ്റ് സിനിമയിലെ ആദ്യത്തെ സീനുണ്ടല്ലോ, ആ പെണ്ണിന് കോള് വരുന്നത്, ആ സീനാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഫില്ലാണെങ്കിൽ വളരെ ശ്രദ്ധയോടെ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മൗറീന് ഈ ഹൊറർ സിനിമകളോട് താല്പര്യമില്ലാത്തതുകൊണ്ട് അവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അതിനിടയിൽ സ്ക്രീനിൽ ആ പെണ്ണിന്റെ വീടിന് മുകളിലായിട്ട് ആ ഗോസ്റ്റ് ഫേസിനെ കാണിച്ചു. അത് കാണുന്ന തിയേറ്ററിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ ആർപ്പ് വിളിക്കുകയാണ്. ഇതിൽ നിന്നും ഗോസ്റ്റ് ഫേസ് ഒരു കില്ലർ ആണെങ്കിൽ പോലും ആ ഒരു കഥാപാത്രത്തിന് നല്ല ഫാൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ആ സീനൊക്കെ കണ്ട് മൗറീനാണെങ്കിൽ ശരിക്കും ബോറടിച്ചു. അതുകൊണ്ട് ഞാൻ പോപ്കോൺ മേടിച്ചിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അവൾ വെളിയിലേക്ക് ഇറങ്ങി. എന്നാൽ ഈ സീനൊക്കെ കണ്ടതുകൊണ്ടാവണം അവൾക്ക് വല്ലാത്തൊരു പേടി തോന്നുന്നുണ്ട്. അതുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ തിരിഞ്ഞു നോക്കിയിട്ടാണ് അവളിപ്പോൾ ആ ഷോപ്പിലേക്ക് പോകുന്നത്. അതിന്റെ മെയിൻ കാരണം, ഇനിയിപ്പോൾ പുതിയൊരു ഗോസ്റ്റ് ഫേസ് വന്നാൽ പോലും ആർക്കും അത് തിരിച്ചറിയാൻ പറ്റത്തില്ല. കാരണം അവിടെയുള്ള എല്ലാവരും ആ കോസ്റ്റ്യൂമാണല്ലോ ധരിച്ചിരിക്കുന്നത്. അങ്ങനെ ആ പോപ്കോണൊക്കെ മേടിച്ച് തിരിച്ചു നടക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഗോസ്റ്റ് ഫേസ് അവളുടെ അടുത്തേക്ക് വരുന്നത്. അവൾ ശരിക്കും ഞെട്ടിപ്പോയി. എന്നാൽ അത് അവളുടെ ബോയ് ഫ്രണ്ട് ആയിരുന്നു. അവൻ മുഖംമൂടി മാറ്റി കഴിയുമ്പോഴാണ് അവൾക്കൊന്ന് ആശ്വാസം വന്നത്. ഈ സമയം അവൻ ചോദിക്കുന്നത്, നീ എന്തിനാണ് മൗറീൻ ഇങ്ങനെ പേടിക്കുന്നത്? ഇതൊരു സിനിമയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവളെ സമാധാനിപ്പിച്ചു. എന്നെ ഞാൻ മൂത്രം ഒഴിച്ചിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അവൻ ബാത്റൂമിലേക്ക് പോയി. ഈ സമയം അവളാണെങ്കിൽ തിരിച്ച് തിയേറ്ററിലേക്ക് കയറി അവളുടെ സീറ്റിൽ ചെന്നിരിക്കുകയും ചെയ്തു. ഇപ്പൊ സ്ക്രീനിൽ കാണിക്കുന്നത് ആ കില്ലർ ആ പെണ്ണിനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ സമയം തന്നെ ഫില്ലാണെങ്കിൽ ബാത്റൂമിലേക്ക് കയറി. അത് നോക്കുമ്പോൾ ആ കോസ്റ്റ്യൂം ഇട്ട 2 പേര് അവിടെ നിന്ന് ഇങ്ങനെ മൂത്രം ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ അവിടെയുള്ള ടോയ്ലറ്റിലേക്ക് കയറി. എന്നാൽ ടോയ്ലറ്റിലേക്ക് കയറി കഴിയുമ്പോഴാണ് അപ്പുറത്തെ ടോയ്ലറ്റിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നത്, പെണ്ണുങ്ങൾ സംസാരിക്കുന്ന പോലെ. കൗതുകം തോന്നുന്ന അവൻ അവിടേക്ക് ചെവി വെച്ച് നോക്കി. എന്നാൽ ഈ സമയം അപ്പുറത്തെ ടോയ്ലറ്റിലുണ്ടായിരുന്നത് ഒരു സൈക്കോ ആയിരുന്നു, പുതിയ ഗോസ്റ്റ് ഫേസ്. ഇപ്പൊ ഫില്ല് അതിൽ ചെവി വെച്ചിട്ടുണ്ട് എന്ന കാര്യം കില്ലർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവന്റെ കയ്യിലുള്ള കത്തി വെച്ചിട്ട് ആ ഭിത്തിയിലൂടെ തന്നെ ഗോസ്റ്റ് ഫേസ് ഇപ്പൊ ഫില്ലിന്റെ ചെവിയിലേക്ക് തുളച്ചു കയറ്റി. അതിനെ തുടർന്ന് ഫില്ല് മരിച്ചു വീണു. അങ്ങനെ ഫില്ലിന്റെ പണി തീർത്തതിന് ശേഷം കില്ലർ നേരെ പോകുന്നത് തിയേറ്ററിനുള്ളിലേക്കാണ്. അവനിപ്പോ ധരിച്ചിരിക്കുന്നത് ഫില്ലിന്റെ ജാക്കറ്റാണ്, മാസ്കും ധരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ കില്ലർ ഇപ്പൊ മൗറീന്റെ അടുത്ത് വന്നിരുന്നു. ഈ സമയം സ്ക്രീനിലാണെങ്കിൽ ആ പേടിപ്പിക്കുന്ന സീനുകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൗറീൻ ഇപ്പൊ പേടിച്ച് ഫില്ലാണെന്ന് വിചാരിച്ചിട്ട് ആ കില്ലറിനെ കെട്ടിപ്പിടിച്ചു. എന്നാൽ ഈ സമയത്താണ് അവന്റെ ദേഹത്ത് അവൾ ചോര കാണുന്നത്. അത് കണ്ട് അവൾ ശരിക്കും ഞെട്ടിപ്പോയി. എന്നാൽ പെട്ടെന്നാണ് കില്ലർ കത്തി എടുത്തിട്ട് മൗറീന്റെ വയറ്റിനിട്ട് ഇങ്ങനെ കുത്തുന്നത്. അവൾ നിലവിളിക്കുകയും ചെയ്തു. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ എന്ത് സംഭവം ഉണ്ടായാലും ഇതിന്റെ പ്രൊമോഷൻ ആണെന്ന് വിചാരിച്ചിട്ട് ആരും ഇത് മൈൻഡ് ചെയ്യത്തില്ല. ആൾക്കാരെല്ലാം ആ സിനിമയിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ കില്ലർ പിന്നെയും മൗറീനിട്ട് ഇങ്ങനെ കുത്തി. അതിനുശേഷം അയാൾ അവിടുന്ന് പോവുകയും ചെയ്തു. ഈ സമയം മൗറീനാണെങ്കിൽ ഇങ്ങനെ നിലവിളിക്കുന്നുണ്ട്. പക്ഷെ ആരും ശ്രദ്ധിക്കാത്ത കാണുമ്പോൾ അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ആ സ്ക്രീനിന്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ അവൾ സ്ക്രീനിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ എല്ലാവരും ഇപ്പോൾ അവൾ ശ്രദ്ധിച്ചു. അവിടുത്തെ കാണികളൊക്കെ എഴുന്നേറ്റ് അവരുടെ മാസ്കും മാറ്റി. അതിൽ അപ്പോഴേക്കും മൗറീനാണെങ്കിൽ മരിച്ചു വീഴുകയും ചെയ്തു. ഇവിടെയാണ് ഈ സിനിമയുടെ പേരെഴുതി കാണിക്കുന്നത്, സ്ക്രീം ഭാഗം 2. അങ്ങനെ പിറ്റേ ദിവസമായി ഇനി കാണിക്കുന്നത് ഒരു കോളേജാണ്, ഒരു ഫിലിം കോളേജ്. വിൻസർ എന്നാണ് ഈ കോളേജിന്റെ പേര്. ഇപ്പൊ മരിച്ചുപോയ ആ ഫില്ലും മൗറീനും ഉണ്ടല്ലോ, അവർ ഈ കോളേജിലെ സീനിയേഴ്സ് ആയിരുന്നു. ഇതേ കോളേജിൽ തന്നെയാണ് നമ്മുടെ സിഡ്നി പഠിക്കുന്നത്, അതായത് ആദ്യ സിനിമയിലെ നായിക. അവളിപ്പോ നല്ല ഉറക്കമായിരുന്നു. ഈ സമയത്താണ് അവിടുത്തെ ലാൻഡ് ഫോൺ ബെല്ലടിക്കുന്നത്. അവൾ ഫോൺ എടുത്തു. എന്നാൽ ഫോൺ എടുത്ത് കഴിഞ്ഞപ്പോഴോ സംസാരിക്കുന്നത് ആ സൈക്കോ ആണ്. പക്ഷെ ഇത് കളിപ്പിക്കലാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. നല്ല അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ ഫോണിൽ അവൾ ഒരു കോൾ റേഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവളിപ്പോൾ ആ കോൾ റേഡിയോയിൽ നോക്കിയിട്ട് അവന്റെ നമ്പർ ഓർമ്മയെടുത്തു. അപ്പോൾ അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് അറിയുമ്പോൾ കോൾ ചെയ്തവൻ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. ഈ സമയത്താണ് അവളുടെ റൂംമേറ്റ് അങ്ങോട്ട് വരുന്നത്. ഇവളുടെ പേര് ഹാരി. അങ്ങനെ റെഡി ആവാൻ പോകുമ്പോഴാണ് ടിവിയിൽ ഒരു ഇന്റർവ്യൂ അവൾ ശ്രദ്ധിക്കുന്നത്. ആ ഇന്റർവ്യൂവിൽ സംസാരിക്കുന്നത് ഒരു ചെറുപ്പക്കാരനാണ്. ഇവനാണ് കോട്ടൻ. ഈ പേര് നിങ്ങൾ ഓർക്കുന്നില്ലേ? ആദ്യ സിനിമയിൽ ഇവളുടെ അമ്മയെ കൊന്നു എന്ന് പറഞ്ഞിട്ട് പോലീസ് പിടിച്ചിട്ടില്ലായിരുന്നു, അതേ കോട്ടൻ. ഇപ്പൊ ഇവനല്ല കൊലപാതകം തെളിഞ്ഞപ്പം ഇവനെ പുറത്തു വിട്ടു.
പക്ഷെ ഒരു വർഷം അവൻ ജയിലിൽ കിടന്നാണ്. അതുകൊണ്ട് ആരും പെട്ടെന്ന് അവനെ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്റെ ചീത്തപ്പേര് മാറ്റാൻ വേണ്ടി അവൻ ഇങ്ങനെ ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം ആ ഇന്റർവ്യൂ ഒക്കെ ഒന്ന് കണ്ടതിന് ശേഷം സിഡ്നി കുളിക്കാൻ പോയി. എന്നാൽ ഈ സമയത്താണ് അവിടുത്തെ ടിവിയിൽ ന്യൂസ് കാണിക്കുന്നത്. ആ ന്യൂസിൽ പറയുന്നത് ആ 2 പിള്ളേർ മരിച്ച കാര്യമാണ്. അത് കേട്ടപ്പോൾ തന്നെ സിഡ്നി അകത്തേക്ക് വന്നു. ഇപ്പൊ ആ ന്യൂസിലെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി. അവൻ പണി തുടങ്ങി. പുതിയ കില്ലർ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് അവൾ റൂമിൽ നിന്ന് ഇറങ്ങി. എന്നാൽ ഈ സമയത്താണ് കുറച്ച് പത്രക്കാർ അവരുടെ അടുത്തേക്ക് വരുന്നത്. ആദ്യത്തെ കൊലപാതക പരമ്പരയിൽ നിന്നും ഇവളാണല്ലോ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പത്രക്കാർ ഇപ്പോൾ അവളോട് ചോദിക്കുന്നത് ഇനിയും കില്ലേഴ്സ് ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ്. പക്ഷെ അതിനൊന്നും മറുപടി പറയാതെ ആള് വേഗം കോളേജിലേക്ക് പോയി. ഈ സമയം തന്നെ അവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സാർ ഇപ്പൊ പിള്ളേരുടെ അടുത്ത് ചോദിക്കുന്നത്, നിങ്ങൾ അറിഞ്ഞല്ലോ സ്റ്റാബ് എന്ന സിനിമ കളിച്ച തിയേറ്ററിൽ നടന്ന ആ മരണത്തെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ആ സിനിമയിൽ കാണിച്ച കാര്യങ്ങൾ കൊണ്ടാണ് ഏതോരുത്തൻ അവരെ രണ്ടുപേരെയും കൊന്നുകളഞ്ഞതെന്ന്. അദ്ദേഹം അതിന് മറുപടി പറയുന്നത് സിസി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ്. അവള് പറയുന്നത് അതെങ്ങനെ ശരിയാവും? സിനിമ എന്ന് പറയുന്നത് ഒരു എന്റർടൈൻമെന്റ് അല്ലേ? ഒരാൾ ചെയ്യുന്ന തെറ്റിന് ഒരിക്കലും സിനിമയെ കുറ്റം പറയാൻ പറ്റത്തില്ല എന്നാണ് സിസി പറയുന്നത്. അങ്ങനെ അവളുടെ ആ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പം പിള്ളേരെല്ലാവരും കൂടെ ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്താൻ തുടങ്ങി. കുറച്ച് പിള്ളേർ പറയുന്നത് സിനിമകളാണ് എല്ലാത്തിനും കാരണം എന്നാണ്. അതായത് സിനിമകൾ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ചില ആൾക്കാരെങ്കിലും പല കാര്യങ്ങളും ചെയ്യുന്നതെന്ന്. ആ കൂട്ടത്തിൽ മിക്കി എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. അവനത് ശരിവെക്കാണ്. അതായത് സിനിമകളുടെ പല കാര്യങ്ങളും ആൾക്കാർ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടെന്ന്. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ റാൻഡി അവിടെ ഇരിക്കുന്നുണ്ട്. ഇവൻ ഓർക്കുന്നില്ലേ, ഫസ്റ്റ് സിനിമയിൽ രക്ഷപ്പെട്ട വിക്ടിംസിൽ ഇവനും ഉണ്ടായിരുന്നു. അവൻ പറയുന്നത്, നോക്കൂ മിക്കി, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അതിന്റെ രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു കാര്യമാണ്. അതിലൊരു ഇമിറ്റേഷനും ഇല്ല. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനവർക്ക് പ്രത്യേക ഒരു കാരണം ഉണ്ടായിരിക്കും. അല്ലാതെ ആരും ഒന്നിനെ ഇമിറ്റേറ്റ് ചെയ്യല്ല. എനിക്ക് നല്ല അനുഭവം ഉണ്ട് ഈ കാര്യത്തിൽ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ മിക്കി അത് ശരിവെക്കുന്നില്ല. സിനിമകൾ കണ്ട് ഇൻസ്പയർ ആയിട്ട് സൈക്കോസ് ഉണ്ടാവുന്നുണ്ട് എന്നാണ് മിക്കിയുടെ വാദം. ഈ സമയത്താണ് സാർ അവരുടെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഏതോ ഒരുത്തൻ ഇപ്പൊ കഴിഞ്ഞ കൊലപാതകങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുകയാണെന്ന്? അതായത് ഒരു റിയൽ ലൈഫ് സീക്വൽ. അതിന് മറുപടി പറയുന്നത് റാൻഡിയാണ്. സാറ് പറഞ്ഞു വരുന്നത് ഒരു സ്റ്റാബ് 2നെ കുറിച്ചാണോ? ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ആരെങ്കിലും ഒരു 2ാം ഭാഗം ഉണ്ടാക്കുമോ? ഈ സിനിമാ ചരിത്രത്തിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള സിനിമകളുടെ 2ാം ഭാഗം എല്ലാം പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. അവൻ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിള്ളേരൊക്കെ ബഹളം വെച്ചു. അതെങ്ങനെ ശരിയാവുന്നത്? എല്ലാ 2ാം ഭാഗങ്ങളൊന്നും പരാജയപ്പെട്ടിട്ടില്ല. മിക്കി പറയുന്നത്, അപ്പൊ നീ ശരിക്കും സിനിമകളൊന്നും കാണാറില്ലേ? എത്ര സിനിമകളുടെ 2ാം ഭാഗങ്ങള് ആദ്യത്തെ ഭാഗത്തേക്കാൾ ഹിറ്റായിരിക്കുന്നു. അത്രയും പറഞ്ഞിട്ട് അവൻ കുറെ എക്സാമ്പിളൊക്കെ പറഞ്ഞു. ഏലിയൻസ്, ടെർമിനേറ്റർ, അങ്ങനെ കുറെ സിനിമകൾ. അങ്ങനെ അവരുടെ ആ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിഡ്നി അങ്ങോട്ട് വരുന്നത്. അവളിപ്പോൾ റാൻഡിയെ വിളിച്ചു. അതിനെ തുടർന്ന് റാൻഡി വെളിയിലേക്ക് ഇറങ്ങി. അവളിപ്പോൾ റാൻഡിയുടെ അടുത്ത് പറയുന്നത് ആ കൊലപാതകങ്ങളെ കുറിച്ചാണ്. അത് വീണ്ടും തുടങ്ങിയിരിക്കുന്നു. എന്നാൽ റാൻഡി അത് വലിയ കാര്യമാക്കുന്നൊന്നുമില്ല. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സിഡ്നിയുടെ പുതിയ ബോയ് ഫ്രണ്ട് വരുന്നത്. ഇവന്റെ പേര് ഡെറിക്. ഇവളുടെ ആദ്യത്തെ ബോയ് ഫ്രണ്ടിന്റെ പേര് മറന്നിട്ടില്ലല്ലോ, അത് ബില്ലി എന്നായിരുന്നു. അവനായിരുന്നല്ലോ ആദ്യത്തെ സിനിമയിലെ കില്ലർ. അങ്ങനെ ഡെറിക് ഇപ്പം അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം സിഡ്നി ആ സംസാരം അവസാനിപ്പിച്ചു. എന്നിട്ട് അവളിപ്പോൾ ഡെറിക്കിനെ കിസ് ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം കാണുമ്പോൾ റാൻഡി ചിന്തിക്കുന്നത് ഇവർക്ക് വല്ല റൂം എടുത്തിട്ട് ഇതൊക്കെ ചെയ്താൽ പോരെന്നാണ്. ഇനി കാണിക്കുന്നത് നമ്മുടെ ഗെയിലിനെയാണ്, ആ ന്യൂസ് റിപ്പോർട്ടർ. അവളിപ്പം ആ മരണവാർത്തയൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കോളേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇവളുടെ ആദ്യത്തെ ക്യാമറമാൻ മരിച്ചു പോയല്ലോ ആദ്യത്തെ സിനിമയിൽ. അതുകൊണ്ട് ഇപ്പൊ പുതിയ ക്യാമറമാനാണ്. ഇവന്റെ പേര് ജോയൽ. അങ്ങനെ അവള് കാര്യങ്ങളൊക്കെ ജോയലിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് മറ്റൊരു ലേഡി അങ്ങോട്ട് വരുന്നത്. ഇവളുടെ പേര് ലൂമിസ്. ഇവളൊരു ലോക്കൽ റിപ്പോർട്ടറാണ്. മാത്രമല്ല ഇവൾ ഈ ഗെയിലിന്റെ വലിയൊരു ഫാനും കൂടെയാണ്. ഇവളുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഗെയിലിന് ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് ലൂമിസ് വന്നിരിക്കുന്നത്. പക്ഷെ നല്ല ബിസി ആയതുകൊണ്ട് നമുക്ക് പിന്നെ നോക്കാം എന്നാണ് ഗെയിൽ പറയുന്നത്. അങ്ങനെ അവിടുത്തെ പത്രസമ്മേളനം ആരംഭിച്ചു. പോലീസ് ചീഫാണ് സംസാരിക്കുന്നത്. അയാൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഗെയിൽ ഇടയിൽ കയറി. അവൾ ചോദിക്കുന്നത് പുതിയൊരു സീരിയൽ കില്ലർ ഇറങ്ങിയിട്ടുണ്ടോന്നാണ്. അതേക്കുന്ന ചീഫ് പറയുന്നത് ഇപ്പം നടന്ന 2 കൊലപാതകങ്ങൾ ചെയ്തത് ഒരു സീരിയൽ കില്ലറാണ് എന്നതിന് തെളിവൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമുക്കിത് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല എന്നാണ്. അങ്ങനെ ആ പത്രസമ്മേളനം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിഡ്നിയും കൂട്ടരും അങ്ങോട്ട് വരുന്നത്. ആ കൂട്ടത്തിൽ മിക്കി ഉണ്ട്, റാൻഡി ഉണ്ട്, പിന്നെ സിഡ്നിയുടെ ബോയ് ഫ്രണ്ടായ ഡെറിക്കും ഉണ്ട്. ഇപ്പൊ ഗെയിൽ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്ന കാണുമ്പോൾ റാൻഡി ആ കാര്യം സിഡ്നിക്ക് കാണിച്ചു കൊടുത്തു. എന്നാൽ ആദ്യമൊക്കെ ഈ സിഡ്നിക്ക് ഗെയിലിനോട് ദേഷ്യമായിരുന്നെങ്കിലും ഈ ഗെയിലാണ് അവളുടെ ജീവൻ രക്ഷിച്ചത്. അതുകൊണ്ട് ഇപ്പൊ അവൾക്ക് ദേഷ്യമൊന്നുമില്ല. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കൂട്ടം പെമ്പിള്ളാർ അങ്ങോട്ട് വരുന്നത്. അവരിപ്പോൾ സിഡ്നിയോട് പറയുന്നത് ഇന്നൊരു പാർട്ടി ഉണ്ട്, നീയും ടീം അങ്ങോട്ട് വരണം എന്നാണ്. അവളത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ആ ലേഡീസ് അവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് മറ്റൊരാൾ അങ്ങോട്ട് വരുന്നത്. അത് നമ്മുടെ ഡോവി ആയിരുന്നു. അവനെ കാണുമ്പോൾ സിഡ്നി വേഗം തന്നെ അവൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ അവിടേക്ക് ചെന്നിരുന്ന് അവരുടെ വിശേഷങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ആദ്യ സിനിമയുടെ അവസാനം നമ്മൾ കണ്ടതാണ് ഈ ഡോവിക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറെ കാലം ഹോസ്പിറ്റലൊക്കെ ആയി. പൂർണ്ണമായിട്ട് ഇപ്പോഴും അവർ റെക്കവർ ആയിട്ടില്ല. ഞൊണ്ടിയാണ് ഇപ്പോഴും വന്ന് നടക്കുന്നത്. ആ സംഭവമൊക്കെ കഴിഞ്ഞ് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സിഡ്നി അവനെ കാണുന്നത്. അതുകൊണ്ട് അവളുടെ ജീവിതത്തിൽ ഇപ്പം നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അവളിപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു. അതായത് അവളിങ്ങനെ ഒരു ഫിലിം സ്കൂളിൽ ചേർന്നു, ഇവിടെ ഒരു നാടകത്തിന്റെ റിഹേഴ്സൽ നടക്കുന്നുണ്ട്, ഞാനാണ് അതിൽ നായിക, പിന്നെ എനിക്ക് പുതിയൊരു ബോയ് ഫ്രണ്ടായി, അവന്റെ പേര് ഡെറിക് എന്നാണ് എന്നിങ്ങനെയുള്ള അവളുടെ മുഴുവൻ കാര്യങ്ങളും അവളിപ്പോൾ ഡോയിയുടെ അടുത്ത് പറഞ്ഞു. അതെല്ലാം കേൾക്കുമ്പോൾ ഡോയി പറയുന്നത്, അല്ല സെട്ടി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ കൂടെ നടക്കുന്നവരൊക്കെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവർ തന്നെയാണോ? കഴിഞ്ഞൊന്നും നീ മറക്കരുത് കേട്ടോ. എന്റെ പേടി ഇപ്പോഴും വിട്ടു മാറിയിട്ടില്ല.
ഇപ്പൊ പിന്നെ 2 കൊലപാതകങ്ങൾ ആ തിയേറ്ററിൽ നടന്നല്ലോ, അതുകൊണ്ട് ആ പേടി പിന്നെയും കൂടി. വീണ്ടും ഒരു സീരിയൽ കില്ലർ ഇറങ്ങിയിട്ടുണ്ടോന്ന്. ഇനിയിപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ അവന്റെ ലക്ഷ്യവും നീ തന്നെയായിരിക്കും. ചിലപ്പോൾ മരിച്ചുപോയ ബില്ലിയുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരുത്തനായിരിക്കും അവൻ. പക്ഷെ നീ പേടിക്കണ്ട, ഞങ്ങളെല്ലാവരും നിന്റെ കൂടെ തന്നെയുണ്ട്. നീ എന്തെങ്കിലും ചെയ്യുമ്പം അത് നോക്കിയും കണ്ടും ചെയ്താൽ മതി എന്നൊക്കെയാണ് ഡൂവി അവളോട് പറയുന്നത്. അവനും കൂടെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം അവൾക്കും ടെൻഷനായി. ഞാൻ എങ്ങനെയാണ് ഓരോരോ ആൾക്കാരെ മനസ്സിലാക്കേണ്ടത് എന്നാണ് അവൾ ചോദിക്കുന്നത്. അങ്ങനെ ഡൂവിയോട് സംസാരിച്ചതിന് ശേഷം അവൾ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് എത്തി. എന്നാൽ ഈ സമയത്താണ് ഗെയിൽ അങ്ങോട്ട് വരുന്നത്, ആ കോട്ടനെയും വിളിച്ചുകൊണ്ട്. എന്നിട്ട് സിഡ്നിയോടൊന്നും പെർമിഷൻ പോലും ചോദിക്കാതെ അവൾ കോട്ടനെയും സിഡ്നിയെയും ചേർത്ത് നിർത്തി ആ ക്യാമറയിൽ നോക്കി പഴയ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. എന്നാൽ അത് കാണുമ്പോൾ സിഡ്നിക്ക് ശരിക്കും അങ്ങോട്ട് ദേഷ്യം വന്നു. ഈ ഗെയിലുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവൾ മറന്നിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പൊ ദേഷ്യം കയറി അവൾ ഗെയിലിന്റെ മൂക്കിനിട്ട് ഒരു ഇടി കൊടുക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പോവുകയും ചെയ്തു. ഇതെല്ലാം കാണുമ്പോൾ കോട്ടൻ ചോദിക്കുന്നത്, ഗെയിൽ നീയല്ല എന്നോട് പറഞ്ഞത് ഇതൊരു ഇന്റർവ്യൂ ആണെന്ന്? നീ എന്താ അവളുടെ പെർമിഷൻ ചോദിച്ചിട്ടില്ലായിരുന്നു? എന്റെ പാർട്ടി ഞാൻ കറക്റ്റായിട്ട് ചെയ്താണ് കേട്ടോ. നീ ഇന്റർവ്യൂ എനിക്ക് പ്രോമിസ് ചെയ്താണ്. അവളും ഞാനും തമ്മിലുള്ള ഒരു ഇന്റർവ്യൂ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ മേലുള്ള ചീത്തപ്പേര് മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ എന്നെ പറ്റിക്കരുത് എന്നൊക്കെയാണ് കോട്ടൻ പറയുന്നത്. പക്ഷെ ആ ഇടി കിട്ടി നല്ല ദേഷ്യത്തിൽ നിൽക്കുന്നതുകൊണ്ട് അവളിപ്പോൾ കോട്ടന്റെ അടുത്ത് ചൂടായി. 10 മിനിറ്റിന്റെ ഇന്റർവ്യൂ ഞാൻ പ്രോമിസ് ചെയ്താണെങ്കിൽ അത് ഞാൻ നിനക്ക് തന്നിരിക്കും, പക്ഷെ അതിന് സമയമാവട്ടെ എന്നും പറഞ്ഞിട്ട് ഗെയിൽ അവിടുന്ന് പോയി. ഇതെല്ലാം കാണുമ്പോൾ കോട്ടന് ശരിക്കും ദേഷ്യം വന്നു. അങ്ങനെ അവിടെ നിന്ന് നടന്ന ഗെയിൽ എത്തിപ്പെടുന്നത് ഡൂവിയുടെ മുമ്പിലാണ്. കഴിഞ്ഞ സിനിമയുടെ അവസാനം നമ്മൾ കണ്ടതാണ് ഇവരൊരു റിലേഷനിലായിരുന്നു. എന്നാൽ ഈ ഗെയിലിന് ഒരാത്മാർത്ഥത ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ആ പിള്ളേരുടെ ഇടയിൽ കയറിക്കൂടണമായിരുന്നു. അതുകൊണ്ടാണ് അവൾ ഡൂവിയുമായിട്ട് ഒരു റിലേഷൻ അഭിനയിച്ചത്. ആ കാര്യമൊക്കെ ഇപ്പൊ ഡൂവിക്ക് മനസ്സിലായി. കാരണം ഇവ ഹോസ്പിറ്റലായതിനു ശേഷം ഇവളൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. മാത്രമല്ല അവനൊരു കോമാളിയെ പോലെയാണ് ഈ ഗെയിലും കാണുന്നത്. ആ കാര്യങ്ങളൊക്കെ വളരെ വിഷമത്തോടെ അവനിപ്പോൾ ഗെയിലിന്റെ അടുത്ത് പറയാണ്. അപ്പൊ താൻ ചെയ്ത കാര്യങ്ങളൊക്കെ അവന് വല്ലാണ്ട് ഹേർട്ടായിട്ടുണ്ട് എന്ന കാര്യം ഗെയിലിന് മനസ്സിലായി. അങ്ങനെ സമയം രാത്രി. നേരത്തെ ആ പെൺപിള്ളേര് സിഡ്നിയുടെ അടുത്ത് പറഞ്ഞ ആ പാർട്ടി ഉണ്ടല്ലോ, അത് അവിടുത്തെ ഒരു വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വീടെന്ന് പറയുന്നത് ഈ കോളേജുമായി ബന്ധപ്പെട്ട വീടാണ്. ഇതുപോലത്തെ വേറെയും കുറെ വീടുകളുണ്ട്. ഓരോ വീടിനും പല പേരുകളും ഉണ്ട്. ഈ വീടിന്റെ പേര് ഡെൽറ്റ ലാംഡ സീറ്റ. അപ്പൊ അവിടെ പഠിക്കുന്ന പിള്ളേരെല്ലാം ആ പാർട്ടി അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ സിഡ്നി അങ്ങോട്ട് വന്നു. അവളുടെ കൂടെ അവളുടെ റൂംമേറ്റായ ഹാലിയും. ഇതേസമയം തന്നെ മറ്റൊരു വീട്ടിലിരിക്കുകയാണ് നമ്മൾ കുറച്ചു മുമ്പേ കണ്ട അസിസി. ഈ വീടിന്റെ പേര് ഒമേഗ ബീറ്റ സീറ്റ. ഇപ്പൊ എല്ലാവരും പാർട്ടിക്ക് പോയതുകൊണ്ട് അവൾ ഫോണിൽ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് മറ്റൊരു കോൾ അവൾക്ക് വരുന്നത്. അവൾ കോൾ ഹോൾഡ് ചെയ്ത് ആ കോൾ അറ്റൻഡ് ചെയ്തു. എന്നാൽ ഹലോ പറയുമ്പം അത് ആ കില്ലറായിരുന്നു. ആദ്യം അവള് ആരോ പറ്റിക്കാണ് എന്നാണ് വിചാരിച്ചത്. എന്നാൽ പിന്നീട് അവൾക്ക് മനസ്സിലായി അത് സീരിയസ് ആണെന്ന്. അതുകൊണ്ട് തന്നെ അവൾക്ക് പേടി ആവാനും തുടങ്ങി. അങ്ങനെ ആ വീട്ടിനകത്ത് വെച്ചിട്ട് ആ കില്ലർ അവളെ പിടിച്ചു. അതിനെ തുറന്ന് അവർ തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അയാൾ ഇടിച്ചിട്ടതിന് ശേഷം അവൾ വീടിന്റെ മുകളിലത്തെ നിലയിലേക്ക് ഓടി. എന്നാൽ അയാളും വിടുന്നില്ല. അങ്ങനെ ആ വീടിന്റെ ബാൽക്കണിയിൽ വെച്ചിട്ട് ആ കില്ലർ അവളൊരു കത്തി വെച്ച് കുത്തുകയാണ്. അതിനുശേഷം അവളെടുത്ത് താഴേക്കിടുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും അറിയാതെ ആ വീട്ടിൽ ആ പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സിഡ്നി അവളുടെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം റാൻഡി വന്നു. അതിനെ തുറന്ന് മിക്കിയും വന്നു. അവളുടെ ബോയ് ഫ്രണ്ടായ ഡെറിക്കും വന്നു. അങ്ങനെ ഡെറിക്കും സിഡ്നി ഓരോരോ കാര്യങ്ങൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ 2 ഫ്രണ്ട്സ് അങ്ങോട്ട് വരുന്നത്. ഇവിടെ മൊത്തം പോലീസുകാരാണ്, നിങ്ങൾ വേഗം വന്നേന്ന് പറഞ്ഞിട്ട്. അതിനെ തുറന്ന് അവരവിടെ നിന്ന് എഴുന്നേറ്റു. അങ്ങനെ പോലീസ് വണ്ടികളൊക്കെ ആ മരണം നടന്ന വീട്ടിലേക്ക് എത്തി. അപ്പോഴേക്കും ആ പാർട്ടി നടക്കുന്ന വീട്ടിൽ നിന്നും പിള്ളേരെല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി. ഇപ്പൊ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സിഡ്നിയോ ആ കാഴ്ച കണ്ടു. പക്ഷെ അവൾ മരിച്ചു കിടക്കുന്ന സിസിയെ കണ്ടില്ല. പക്ഷെ വീണ്ടും ഒരു മരണം നടന്നു എന്ന കാര്യമൊക്കെ മനസ്സിലായി. പക്ഷെ അത് നേരിട്ട് കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവൾ അവിടെ തന്നെ നിന്നു. ഇതേസമയം തന്നെ ആ ലോക്കൽ പത്ര റിപ്പോർട്ടർ ഉണ്ടല്ലോ ലൂമിസ്, അവളിപ്പോൾ അവിടുത്തെ പോലീസുകാരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയെടുത്തു. എന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വേഗം അവിടുന്ന് പോയി. ഈ സമയമാകുമ്പോഴേക്കും ഗെയിലും അങ്ങോട്ട് എത്തി. ഗെയില് നേരെ വരുന്നത് അവിടെ നിൽക്കുന്ന ഡൂവിയുടെ അടുത്തേക്കാണ്. എന്നിട്ട് അവൾ ചോദിക്കുന്നത്, അപ്പൊ എല്ലാം പിന്നെ ആരംഭിച്ചില്ലേ? അതേക്കുമ്പോൾ അല്ലാതെ പിന്നെ എന്തൊക്കെ, നീ ചെല്ല് വേഗം ഷൂട്ട് ചെയ്യാൻ നോക്ക്, നീ വെറുതെ നിന്റെ അവസരം കളയണ്ട, നിനക്ക് ഫേമസ് ആവാനുള്ളതല്ലേ. എന്നാൽ അതിനൊരു മറുപടിയും പറയാതെ അവൾ അവളുടെ ക്യാമറമാനായ ജോയലിനെ വിളിച്ചു. പക്ഷെ ജോയൽ പറയുന്നത്, എന്റെ പൊന്നു ഗെയിൽ, ഇതാ സീരിയൽ കില്ലർ ആണെങ്കിൽ ഇത് ഷൂട്ട് ചെയ്യാൻ ഞാനില്ല കേട്ടോ, നാളെ ഞാനും മരിക്കേണ്ടി വരും, അതുകൊണ്ട് നീ ഒറ്റയ്ക്ക് പോകാൻ നോക്ക്. നീ എന്താ ജോയലി പറയുന്നത്? ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ്, നീ വന്നേന്നും പറഞ്ഞിട്ട് അവൾ അങ്ങോട്ട് നടന്നു. ഈ സമയം ഇതെല്ലാം നോക്കിക്കൊണ്ട് ആ വീട്ടിൽ തന്നെ നിൽക്കുകയാണ് സിഡ്നിയും ഡെറിക്കും. അവൾക്ക് അങ്ങോട്ട് പോകാൻ ഒരു താല്പര്യമില്ല. അത് മനസ്സിലായത് കൊണ്ട് തന്നെ ഡെറിക്ക് പറയുന്നത്, നിനക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല എന്നെനിക്ക് മനസ്സിലായി, പക്ഷെ നീ ഇവിടെ നിൽക്കണ്ട, ഞാൻ നിന്നെ റൂമിലേക്ക് ആക്കാന്നാണ്. അവൾ ഓക്കെ പറഞ്ഞിട്ട് അവളുടെ ജാക്കറ്റ് എടുക്കാൻ വേണ്ടി അവൾ ആ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി. ഈ സമയം ഡെറിക്കാണ് ഈ വെളിയിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ആ ജാക്കറ്റ് എടുത്തിട്ട് വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അവിടുത്തെ ഫോൺ ബെല്ലടിക്കുന്നത്. അവൾ പോയിട്ട് ഫോൺ എടുത്തു. എന്നാൽ ഈ സമയം ഫോണിൽ സംസാരിക്കുന്നത് ആ കില്ലറാണ്. അത് മനസ്സിലായതും അവൾ ദേഷ്യത്തോടെ ഫോൺ വെച്ചു. എന്നാൽ പെട്ടെന്നാണ് കില്ലർ അവളുടെ അടുത്തേക്ക് വരുന്നത്. അത് കാണുന്ന അവൾ വേഗം തന്നെ അവിടുന്ന് ഓടി. പക്ഷെ അവൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, ഡോർ ലോക്കാണ്. അതുകൊണ്ട് അവൾ പിന്നെ അവിടുന്ന് ഓടി. അങ്ങനെ അവൾ മറ്റൊരു ഡോറിലൂടെ പുറത്തേക്ക് ഇറങ്ങി നേരെ ഡെറിക്കിന്റെ അടുത്തേക്ക് എത്തി. എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെല്ലാം കേൾക്കുമ്പോൾ ഡെറിക്ക് വേഗം തന്നെ ആ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി. അങ്ങനെ അവൻ പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഡോവി അങ്ങോട്ട് എത്തി. എന്നാൽ ഡോവി വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ ഡെറിക്ക് അവിടെ വെട്ടേറ്റ് കിടക്കുന്നതാണ് കാണുന്നത്. അവന്റെ കയ്യിലാണ് ആ കില്ലർ വെട്ടിയിരിക്കുന്നത്. നല്ല ചോരയും വരുന്നുണ്ട്. പക്ഷെ ഡോവി അവിടേക്ക് ചെക്ക് ചെയ്യുമ്പോൾ കില്ലറെ കാണുന്നുമില്ല. ഈ സമയമാകുമ്പോഴേക്ക് സിഡ്നിയും വീട്ടിനകത്തേക്ക് വന്നു. ഇപ്പൊ ഡെറിക്കിന്റെ ആ അവസ്ഥ കാണുമ്പോൾ അവൾക്ക് വല്ലാതെ സങ്കടമായി. അവള് കാരണമാണ് അവൻ അങ്ങനെ സംഭവിച്ചത് എന്നൊരു തോന്നലും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. പോലീസുകാരിപ്പം എല്ലാവരെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു പോലീസുകാരൻ മിക്കയെ ചോദ്യം ചെയ്ത് വെളിയിലേക്ക് വിട്ടു.
ഈ സമയം മിക്കി നോക്കുമ്പോൾ സിഡ്നി ആണെങ്കിൽ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അവനിപ്പോൾ അവളുടെ അടുത്തേക്ക് വന്നു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്ത് കുഴപ്പം മിക്കി? ഇതൊക്കെ വീണ്ടും ആവർത്തിക്കും എന്നെനിക്ക് നേരത്തെ തന്നെ തോന്നിയിരുന്നു. ഇതെന്തായാലും എന്നെ വിട്ട് ഒരിക്കലും പോകാൻ പോകുന്നില്ല. അതേക്കുമ്പം നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങളെല്ലാവരും നിന്റെ കൂടെ തന്നെയുണ്ട്. ഈ സമയം അവള് പറയുന്നത്, നീ എന്നെ എങ്ങനെ സമാധാനിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. നീ ആ മരിച്ചുപോയ സിസിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവൾ എന്ത് ചെയ്തിട്ടാണ്? പിന്നെ ഡെറിക്ക്, അവനും മരിക്കേണ്ടതായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടത്. ഇതൊക്കെ ഞാൻ കാരണമല്ലേ എന്നൊക്കെയാണ് അവള് ചോദിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. പോലീസുകാരെല്ലാവരും കൂടെ ഒരു മീറ്റിംഗ് കൂട്ടിയിരിക്കുകയാണ്. ഇപ്പൊ മരിച്ചുപോയത് 3 ആൾക്കാരാണല്ലോ. ഒരു പോലീസുകാരൻ അവരുടെ പേരൊക്കെ അവിടുത്തെ ബോർഡിൽ എഴുതാൻ തുടങ്ങി. അയാൾ ആദ്യം എഴുതിയിരിക്കുന്ന 2 പേരുകൾ ആ തിയേറ്ററിൽ വെച്ച് മരിച്ച ആൾക്കാരാണ്. ഒന്ന് മൗറീൻ ഇവാൻസ്, പിന്നെ ഫിൽ സ്റ്റീവൻസ്. മൂന്നാമതായിട്ട് അയാൾ എഴുതുന്ന പേര് സിസി കൂപ്പർ, അതായത് ഇപ്പൊ മരിച്ച പെൺകുട്ടി. അയാൾ ആ പേര് എഴുതി കഴിയുമ്പോൾ അവിടെ നിൽക്കുന്ന ഗെയിൽ ഒരു കാര്യം ചോദിച്ചു. ഈ പെണ്ണിന്റെ പേര് സിസി എന്ന് തന്നെയാണോ? അല്ല, അവളുടെ യഥാർത്ഥ പേര് സിസി അല്ല, കേസി കൂപ്പർ എന്നാണ്. അത് കേൾക്കുമ്പോൾ ഗെയിൽ ഒരു കാര്യം മനസ്സിലായി. അവളിപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ സീസണിൽ നടന്ന മരണത്തെക്കുറിച്ച് ഓർക്കുന്നില്ലേ? അതിൽ ആദ്യം മരിച്ച പെണ്ണിന്റെ പേര് കേസി, പിന്നെ അവളുടെ ബോയ്ഫ്രണ്ടായ സ്റ്റീവൻസ്. അവരെ കൊല്ലുന്നതിന് മുമ്പ് കില്ലർ മറ്റൊരാളെ കൊന്നിട്ടുണ്ടായിരുന്നു 1 വർഷം മുമ്പ്. അത് സിഡ്നിയുടെ അമ്മയായ മൗറീൻ ആയിരുന്നു. അപ്പൊ ആ പേരുകളൊക്കെ തന്നെയാണ് ഇപ്പം നടന്ന മരണങ്ങളിലും ഉള്ളത്. അതിന്റെ അർത്ഥം കഴിഞ്ഞ സീസണിൽ മരിച്ച ആൾക്കാരുടെ അതേ പേരുള്ള ആൾക്കാരെ തെരഞ്ഞുപിടിച്ച് കില്ലർ കൊല്ലുകയാണെന്നല്ലേ? ഗെയിൽ അങ്ങനെ പറയുമ്പോൾ അത് ശരിയാണ് എന്ന് ഡൂവിക്കും തോന്നി. ഇതേസമയം തന്നെ സിഡ്നിയും ഡെറിക്കും പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സിഡ്നി ഇപ്പോൾ ഡെറിക്കിനോട് പറയുന്നത്, നോക്ക് ഡെറിക്, നീ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ആ കില്ലർക്ക് വേണ്ടത് എന്നെയാണ്. അതോട് നീ എന്റെ കൂടെ നീ നടക്കണ്ട. ഇതൊക്കെ ഒന്ന് തീരട്ടെ, അതുവരെ നമുക്കിനി പരസ്പരം കാണണ്ട എന്നാണ് അവള് പറയുന്നത്. എന്നാൽ ഡെറിക്ക് സമ്മതിക്കുന്നില്ല. എന്റെ കാര്യം നീ വിട്ടേക്ക്, എനിക്കിപ്പോൾ പ്രാധാന്യം നിന്റെ രക്ഷയാണ്. അതോട് ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നാണ് ഡെറിക്ക് പറയുന്നത്. അവൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ അവളൊന്നും പറയുന്നില്ല. എന്നാൽ ശരിയെന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അതിൽ ഈ സമയത്താണ് ഡെറിക്ക് ഒരു കാര്യം കാണുന്നത്. അവന്റെ പുറകിലായിട്ട് 2 പോലീസുകാർ. അതിൽ നിന്നും പോലീസുകാർ എപ്പോഴും അവളുടെ പ്രൊട്ടക്ഷനായിട്ട് അവളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന കാര്യം ഒരു മനസ്സിലായി. ഈ സമയം ഗെയിലാണെങ്കിൽ ആ പോലീസുകാരോട് സംസാരിച്ച ശേഷം അവിടെ നിന്ന് ഇറങ്ങി. അതിനിടയിലാണ് കുറച്ച് പത്രക്കാർ അവരുടെ പുറകെ കൂടുന്നത്. ആ കൂട്ടത്തിൽ ആ ലോക്കൽ പത്ര റിപ്പോർട്ടറായ ലൂമീസും ഉണ്ടായിരുന്നു. അവരിങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ഗെയിലെടുത്ത് ചോദിക്കാൻ തുടങ്ങി. അതിൽ സിഡ്നിയുടെ അച്ഛനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, പിന്നെ ഡൂവി ഉണ്ടല്ലോ അവനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം കേൾക്കുമ്പോൾ ഗെയിൽ പറയുന്നത്, നിങ്ങൾ ഏത് സമയം എന്റെ പുറകെ തന്നെയാണല്ലോ, എനിക്കിപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ സമയമില്ല എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോയി. അങ്ങനെ സമയം ഉച്ചയായി. എല്ലാവരും ഇപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി അവിടുത്തെ മെസ് ഹാളിലിരിക്കുകയാണ്. ഇപ്പോഴും സിഡ്നി ആണെങ്കിൽ നല്ല വിഷമത്തിലാണ്. ആ കാര്യം അറിയാവുന്നതുകൊണ്ട് ഡെറിക്കും മിക്കിയും കൂടെ പ്ലാൻ ചെയ്ത് ഇപ്പോൾ ഒരു പണി ഒപ്പിച്ചു. അവിടെ ഇരിക്കുന്ന എല്ലാവരെയും കൂട്ടുപിടിച്ച് ഡെറിക്ക് ഇപ്പോൾ അവിടുത്തെ ടേബിളിന്റെ മുകളിൽ നിന്നിട്ട് പാട്ട് പാടാൻ തുടങ്ങി. ബാക്കി എല്ലാവരും കൈയടിക്കുന്നുണ്ട്. അവൻ ആ പാട്ടിൽ പറയുന്നത്, ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ ഉണ്ടെന്നാണ്. അതെല്ലാം കേൾക്കുമ്പോൾ സിഡ്നിക്ക് ഭയങ്കര സന്തോഷമായി. ഈ സമയം ഡെറിക്ക് അവളുടെ അടുത്തേക്ക് എന്നിട്ട് അവന്റെ ഒരു മാല ഊരിയിട്ട് അവളുടെ കഴുത്തിലിട്ട് കൊടുത്തു. എന്നിട്ട് അവൻ പറയുന്നത്, ഞാൻ ഇനി നിന്റെ കൂടെ ഇല്ലെങ്കിലും ഈ മാല നിന്റെ രക്ഷയ്ക്കുണ്ടാവുന്നതാണ്. അത് കേൾക്കുമ്പോൾ അവൾ അവനെ കിസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ സമയം രാത്രി സിഡ്നി അഭിനയിക്കുന്ന ആ നാടകം ഉണ്ടല്ലോ, അതിന്റെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവളാണ് നായികയായിട്ട് അഭിനയിക്കുന്നത്. അവർക്ക് ചുറ്റും മുഖംമൂടിയിട്ട് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ നാടകം അവർ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിന്റെ മുഴുവൻ സെറ്റപ്പും ആ സ്റ്റേജിൽ ചെയ്തിട്ടുണ്ട്, പ്രാക്ടിക്കൽ എഫക്റ്റും കാര്യങ്ങളൊക്കെ. അങ്ങനെ ആ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. ആ മുഖംമൂടി ഇട്ടവരുടെ കൂട്ടത്തിൽ ആ ഗോസ്റ്റ് ഫേസ് ഉണ്ടായിരുന്നു. അവൾ പേടിച്ചങ്ങ് നിലവിളിച്ചു പോയി. എന്നാൽ അടുത്ത സെക്കൻഡിൽ അവൾ നോക്കുമ്പോൾ ഗോസ്റ്റ് ഫേസിനെ കാണുന്നില്ല. എങ്കിലും പേടി കാരണം അവൾ ആ നാടകം നിർത്തി. എന്നിട്ട് വേഗം സ്റ്റേജിന്റെ ബാക്ക് സൈഡിലേക്ക് പോവാണ്. ഈ സമയത്താണ് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചിട്ട് ഡെറിക്ക് അങ്ങോട്ട് വരുന്നത്. അവൾ വല്ലാണ്ട് പേടിച്ചുകൊണ്ട് തന്നെ ഒന്നും അവളിപ്പം ഡെറിക്കിന്റെ അടുത്ത് പറയുന്നില്ല. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഒന്ന് ഒറ്റയ്ക്ക് നിൽക്കട്ടെ എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി ഗെയിലും കൂട്ടരും കൂടെ ആ കില്ലറിനെ കുറിച്ചുള്ള ചർച്ചയിലാണ്. ആരായിരിക്കും ആ കില്ലർ? അവളുടെ കൂട്ടത്തിലിരിക്കുന്നത് ആ ഡൂവിയും പിന്നെ റാൻഡിയും ആണ്. അങ്ങനെ ആ ചർച്ച നടക്കുന്നതിനിടയിൽ അവൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോള് വരുന്നുണ്ട്. എന്നാൽ ഗെയിൽ അത് അറ്റൻഡ് ചെയ്യുന്നില്ല. പക്ഷെ പിന്നെയും കോള് വരുന്നത് കാണുമ്പോൾ റാൻഡി എടുത്തിട്ട് ഫോൺ അറ്റൻഡ് ചെയ്തു. എന്നാൽ ഈ സമയം ആ കില്ലറാണ് അവരോട് സംസാരിക്കുന്നത്. ആ കാര്യം റാൻഡി ബാക്കിയുള്ളവരോട് പറയുമ്പോൾ ഗെയിൽ പറയുന്നത്, നീ അവനോട് സംസാരിച്ചിരിക്കും, എന്തായാലും അവൻ വിളിക്കുന്നത് ഈ കോമ്പൗണ്ടിൽ നിന്നാവും, ഞങ്ങൾ പോയിട്ട് അത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗെയിലും ഡൂവി അവിടെ നിന്ന് പോയി. അങ്ങനെ അവർ ചെന്ന് ആ ഗ്രൗണ്ടിൽ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരോ ആൾക്കാരെ പോയി ചെക്ക് ചെയ്തു. പക്ഷെ അവരാരും തന്നെയല്ല ഇപ്പൊ റാൻഡിയോട് സംസാരിക്കുന്നത്. ഈ സമയം റാൻഡിയും അവിടെ നിൽക്കുന്ന ഓരോരുത്തരെ ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ആരും തന്നെ ആ കില്ലറല്ല. അങ്ങനെ അവൻ സംസാരിച്ച് ഗെയിലിന്റെ ക്യാമറാമാനായ ജോയൽ ഉണ്ടല്ലോ, അവന്റെ ഒരു വാൻ അവിടെ നിർത്തിയിട്ടുണ്ട്. ഇതിനകത്താണ് ഇവരുടെ മുഴുവൻ സാധനങ്ങളും ഇരിക്കുന്നത്. അവനിപ്പോൾ ആ വാനിന്റെ അടുത്തേക്ക് എത്തി. ഈ സമയം കില്ലർ അവനോട് സംസാരിക്കുന്നുണ്ട്. റാൻഡി ആണെങ്കിൽ ദേഷ്യം വന്ന് ആ കില്ലറിനെ ഇങ്ങനെ തെറി പറയാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നാണ് ആ വാൻ്റെ അകത്തു നിന്നും കില്ലർ വന്നിട്ട് റാൻഡിയെ പിടിക്കുന്നത്. എന്നിട്ട് വാൻ്റെ അകത്തേക്ക് കയറ്റി കില്ലർ ആ കത്തി വെച്ചിട്ട് റാൻഡിയെ കുത്തിക്കൊല്ലാണ്. അങ്ങനെ റാൻഡിയുടെ പണി തീർത്തിട്ട് കില്ലർ വേഗം തന്നെ ആ വാനിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ സമയത്താണ് ഗെയിലും ഡോവി അങ്ങോട്ട് വരുന്നത്. ആ വാൻ്റെ അകത്തെ കാഴ്ച കണ്ട് അവർ ശരിക്കും ഞെട്ടിപ്പോയി. റാൻഡി അവിടെ മരിച്ചു കിടക്കുന്നു. മാത്രമല്ല ഫ്രണ്ടിലത്തെ സീറ്റിലായിട്ട് ആ കില്ലറിന്റെ മുഖംമൂടിയുണ്ട്. ഇതേസമയം തന്നെ സിഡ്നി ആണെങ്കിൽ അവരുടെ കമ്പ്യൂട്ടർ ക്ലാസ്സിലിരിക്കുകയാണ്. അതിനിടയിലാണ് അവളുടെ മെയിൽ ഹാക്ക് ചെയ്തിട്ട് അവൾക്ക് ഒരു മെയിൽ അതിൽ വരുന്നത്. ഇന്ന് രാത്രി നീ കൊല്ലപ്പെടും എന്നാണ് അതിൽ എഴുതി കാണിക്കുന്നത്. അത് കണ്ടതും അവൾ ഞെട്ടി എഴുന്നേറ്റു. ഈ സമയത്താണ് അവളുടെ കൂടെ ഉണ്ടായിരുന്ന 2 പോലീസുകാർ അവളുടെ അടുത്തേക്ക് വരുന്നത്. എന്താണ് സംഭവം നോക്കുമ്പോൾ അവൾ പറയുന്നത്, ഈ ക്ലാസ് റൂമിൽ തന്നെ ആ കില്ലറുണ്ട്, അവനിപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു.
അവൾ അത് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ തന്നെ നിൽക്ക്, ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ അപ്പുറത്തേക്ക് പോയി. എന്നാൽ ഈ സമയത്താണ് ആ കോട്ടൻ അങ്ങോട്ട് വരുന്നത്. നോക്ക് സിഡ്നി, ഞാൻ ഒരുപാട് ദിവസമായിട്ട് നിന്റെ പുറകെ നടക്കുന്നു. നീ എനിക്ക് ആ ഇന്റർവ്യൂ തന്നേ പറ്റൂ, അല്ലെങ്കിൽ എന്റെ ജീവിതം കൊഞ്ഞാട്ടയാവും. പക്ഷെ അവൻ അങ്ങനെ പറഞ്ഞിട്ടും അവളത് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കോട്ടൻ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. ഇത് കാണുമ്പോൾ ആ പോലീസുകാർ വന്നിട്ട് കോട്ടനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ പോലീസുകാർ ഇപ്പോൾ കോട്ടനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്നാൽ അവൻ പറയുന്നത് ഞാൻ ആർക്കും മെയിൽ അയച്ചിട്ടില്ല എന്നാണ്. ഈ സമയം തന്നെ സിഡ്നി ആണെങ്കിൽ കുറച്ച് അപ്പുറത്തായിട്ടിരിക്കുന്നുണ്ട്. റാൻഡി മരിച്ച കാര്യങ്ങളൊക്കെ ഡോവ് ഇപ്പോൾ സിഡ്നിയുടെ അടുത്ത് പറഞ്ഞു. ആ ഒരു വിഷമത്തിലാണ് അവൾ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ കോട്ടനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞ് അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാവുമ്പോൾ പോലീസുകാർ അവന് വിട്ടു. ഈ സമയം ഗെയിൽ അങ്ങോട്ട് വന്നു. ഗെയിൽ ചോദിക്കുന്നത്, നീ എന്തിനുള്ള പുറപ്പാടാണ് കോട്ടൻ? എന്തിനാ നീ പ്രശ്നം ഉണ്ടാക്കുന്നത്? അതേക്കുന്ന കോട്ടൻ പറയുന്നത്, എനിക്ക് ആ ഇന്റർവ്യൂ കിട്ടാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യുന്നതാണ്. അത്രയും പറഞ്ഞതിന് ശേഷം നിന്റെ മനസ്സ് മാറിക്കഴിഞ്ഞാൽ എന്നെ വിളിക്കണം എന്നും പറഞ്ഞിട്ട് കോട്ടൻ അവന്റെ കാർഡ് സിഡ്നിക്ക് കൊടുത്തിട്ട് വേഗം തന്നെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഗെയിലും ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയത്താണ് ആ ലോക്കൽ പത്ര റിപ്പോർട്ടർ അങ്ങോട്ട് വരുന്നത്. അവൾ പിന്നെയും ഗെയിലിന്റെ അടുത്ത് ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി. അത് കാണുന്ന ഗെയിലിനാണെങ്കിൽ ശരിക്കും അങ്ങോട്ട് ദേഷ്യം വന്നു. ഞാൻ നിങ്ങളോട് എത്ര തവണ പറഞ്ഞ് എന്റെ പുറകെ നടക്കരുതെന്ന്, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല, ദയവ് ചെയ്ത് എന്നെ ഒന്ന് വിട്ടുപോ എന്ന് പറഞ്ഞിട്ട് അവൾ അവരെ അവിടുന്ന് പറഞ്ഞു വിട്ടു. എന്നാൽ ഈ പത്ര റിപ്പോർട്ടറായ ലൂമിസ് ആണെങ്കിൽ അവരുടെ ഓഫീസിൽ നല്ല പ്രഷറിലാണ്. അതുകൊണ്ടാണ് എക്സ്ക്ലൂസീവായിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി അവൾ ഗെയിലിന്റെ പുറകെ നടക്കുന്നത്. എന്നാൽ ഗെയിലാണെങ്കിൽ അവളോട് സംസാരിക്കാൻ ഒരു താല്പര്യം കാണിക്കുന്നില്ല. അതുകൊണ്ട് വളരെ ദയനീയമായിട്ടൊന്ന് നോക്കിയിട്ടാണ് ലൂമിസ് അവിടുന്ന് പോകുന്നത്. അങ്ങനെ ലൂമിസ് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം ജോയൽ വന്നു, ക്യാമറമാൻ. ഇപ്പൊ റാൻഡിയുടെ മരണം കൂടെ ആയപ്പോൾ അവൻ വല്ലാണ്ട് പേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങളുടെ ക്യാമറമാൻ ആവാൻ ഞാനില്ല, ഞാൻ ഇതുവരെ എടുത്ത ഫൂട്ടേജ് മൊത്തം ഈ ബാഗിനകത്തുണ്ട് എന്ന് പറഞ്ഞ് ആ കാസറ്റുകളൊക്കെ അവിടെ വെച്ചിട്ട് അവനും അവിടുന്ന് പോയി. അത് കണ്ട് വളരെ വിഷമത്തിൽ ഗെയിൽ അവിടെ നിൽക്കുമ്പോൾ ഡോവി ഇപ്പം അങ്ങോട്ട് വന്നു. ഡോവിയുടെ അടുത്ത് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവൾ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് അവളൊരു കാര്യം ഓർക്കുന്നത്. ക്യാമറാമാൻ ജോയൽ ഇത്രയും ദിവസമായിട്ട് നടന്ന മുഴുവൻ കാര്യങ്ങൾ, അതായത് ആ കോമ്പൗണ്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഗെയിൽ ഇപ്പോൾ ഡോവിയുടെ അടുത്ത് പറയുന്നത്, നമുക്ക് പോയിട്ട് ഈ കാസറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം, ചിലപ്പോൾ ഇതിനകത്ത് ആ കില്ലർ ഉണ്ടെങ്കിലോ. അവൾ അത് പറയുമ്പോൾ അത് കറക്റ്റാണ് എന്ന് ഡോവിക്കും തോന്നി. അങ്ങനെ അവർ രണ്ടുപേരും ആ കാസറ്റുമായിട്ട് നേരെ ആ കോളേജിലേക്കാണ് പോകുന്നത്. എന്നിട്ട് അവിടുത്തെ ഒരു ക്ലാസ് റൂമിലേക്ക് ചെന്ന് ആ കാസറ്റൊക്കെ പ്ലേ ചെയ്യാൻ തുടങ്ങി. അതിലാദ്യം അവർ കാണുന്നത് ഈ ഡോവിയും ഗെയിലും സംസാരിക്കുന്ന ചില വീഡിയോസാണ്. ഓൾറെഡി ഈ ഗെയിലിന് ഇപ്പം ഡോവിയോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അതും കൂടെ കാണുമ്പോൾ അവളിപ്പോൾ അവനെ കെട്ടിപ്പിടിച്ച് അവനെ കിസ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അതിനിടയിലാണ് ആ ടിവിയിൽ കാണിക്കുന്ന ഫൂട്ടേജസ് ഒക്കെ മാറുന്നത്. ഇപ്പൊ അവർ നോക്കുമ്പോൾ അതിൽ കാണുന്നത് അവരിപ്പോൾ ആ ക്ലാസ് റൂമിൽ നിൽക്കുന്ന ലൈവ് ആയിട്ടുള്ള വീഡിയോ ആണ്. അത് കണ്ടതും ഡോവി പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. അവൻ നോക്കുമ്പോൾ ആ പ്രൊജക്ടർ റൂമിലായിട്ട് ആ കില്ലർ നിൽക്കുന്നു. അത് കണ്ട ഉടനെ തന്നെ ഡോവി ആ പ്രൊജക്ടർ റൂമിലേക്ക് ഓടാണ്. എന്നാൽ ഈ സമയത്താണ് കില്ലർ വന്നിട്ട് ഗെയിലിനെ പിടിക്കുന്നത്. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ ഗെയിൽ വെളിയിലേക്ക് ഇറങ്ങി ഓടുകയും ചെയ്തു. അങ്ങനെ അവൾ നേരെ പോകുന്നത് അവിടുത്തെ റെക്കോർഡിംഗ് റൂമിലേക്കാണ്. ഇതേസമയം തന്നെ ഡോവി ആണെങ്കിൽ ഗെയിൽ നിൽക്കുന്ന റൂമിന്റെ ഇപ്പുറത്തെ റൂമിലാണ്. പക്ഷെ ഇത് റെക്കോർഡിംഗ് റൂം ആയതുകൊണ്ട് സൗണ്ട് പ്രൂഫ് ആണ്. ഇതിനകത്തുനിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ റൂമിലേക്ക് കേൾക്കത്തില്ല. ഇനി കേൾക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ മൈക്കിലൂടെ വിളിക്കണം. പെട്ടെന്നാണ് കില്ലർ വന്നിട്ട് ഡോവിനെ കുത്തുന്നത്. അതിനിടയിൽ ഡോവി മൈക്കിലൂടെ ഗെയിലിനെ വിളിക്കുകയും ചെയ്തു. പക്ഷെ അവൾ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും കില്ലർ അവനെ കുത്തി വീഴ്ത്തി. അങ്ങനെ ഡോവിയെ വീഴ്ത്തിയതിനു ശേഷം കില്ലർ ഇപ്പം നേരെ ഗെയിലിന്റെ അടുത്തേക്ക് പോയി. എന്നാൽ അവൾ വാതിലടച്ചിരിക്കുന്ന കാരണം ആ കില്ലറിന് അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. ഈ സമയം കില്ലർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്ലാസ് പൊളിക്കാനൊക്കെ ശ്രമം നടത്തി. പക്ഷെ അയാളെ കൊണ്ട് പറ്റുന്നില്ല. ഇതൊക്കെ കണ്ട് ഗെയിലാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ്. എന്നാൽ പിന്നീട് നോക്കുമ്പോൾ കില്ലർ അവിടെ കാണുന്നുമില്ല. അങ്ങനെ സമയം രാത്രി. പോലീസുകാരിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സിഡ്നിയെ അവളുടെ റൂമിൽ നിർത്തണമെന്നാണ്. അതാണ് അവൾക്ക് നല്ലത്. അവളുടെ കൂടെ അവളുടെ റൂംമേറ്റായ ഹാലിയും ഉണ്ട്. അങ്ങനെ പോലീസുകാർ അവരുമായിട്ട് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് ഡെറിക് അങ്ങോട്ട് വരുന്നത്. അവൾ പോവാന്ന് അറിയുമ്പോൾ അവനും ഭയങ്കര വിഷമമായി. ഈ സമയം അവൾ പറയുന്നത്, നീ വിഷമിക്കണ്ട, ഈ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുത്തേക്ക് തന്നെ വരും എന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ച് അവൾ ആ പോലീസുകാരുടെ വണ്ടിയിലേക്ക് കയറി. അങ്ങനെ അവൾ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് ഒരു കൂട്ടം പിള്ളേർ വന്നിട്ട് ഡെറിക്കിനെ പിടിക്കുന്നത്. ഒരു റാഗിങ് പോലെ. അവരിപ്പോൾ അവനെ പിടിച്ചുകൊണ്ട് പോകുന്നത് ആ നാടകത്തിന്റെ റിഹേഴ്സൽ നടക്കുന്ന സ്റ്റേജിലേക്കാണ്. എന്നിട്ട് അവരവനവിടെ കെട്ടിയിട്ടു. എന്നിട്ട് അവന്റെ ദേഹത്തേക്ക് കുറെ ബിയറൊക്കെ ഒഴിച്ച് അവരെല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കുകയാണ്. ഇതേസമയം തന്നെ സിഡ്നിയും ഗാലിയും കൊണ്ടുപോയ പോലീസുകാർ അവിടുത്തെ ഒരു ട്രാഫിക് ബ്ലോക്കിൽ നിൽക്കുകയാണ്. ആ ഏരിയയിലൊന്നും ആരുമില്ല. പെട്ടെന്നാണ് കില്ലർ അവരുടെ വണ്ടിയുടെ മുമ്പിലേക്ക് വരുന്നത്. കില്ലർ വന്ന ഉടനെ തന്നെ കാർ ഓടിക്കുന്നവനെ കൊന്നളഞ്ഞു. ആദ്യത്തവനെ കൊന്നതിന് ശേഷം കില്ലർ ഇപ്പം രണ്ടാമത്തെ പോലീസുകാരനെ ഇടിച്ചിട്ടു. എന്നിട്ട് വേഗം തന്നെ വണ്ടി എടുക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് താഴെ വീണ പോലീസുകാരൻ പെട്ടെന്ന് വണ്ടിയുടെ ബോണറ്റിലേക്ക് കയറി. എന്നാൽ കില്ലറാണെങ്കിൽ വണ്ടി നിർത്താതെ തന്നെ മുന്നോട്ട് ഓടിച്ചു. അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ വണ്ടി ആക്സിഡന്റ് ആയി. ആ ഇടിച്ച ഇടിയിൽ വണ്ടിയുടെ മുൻഭാഗം മൊത്തം താർന്നുപോയി. അതിൽപ്പെട്ട ആ പോലീസുകാരനെ മരിച്ചുപോയി. വണ്ടി ഓടിച്ചിരുന്ന കില്ലറിന്റെ ബോധം പോവുകയും ചെയ്തു. എന്നാൽ ഈ സമയം തന്നെ വണ്ടിയുടെ പുറകിലത്തെ സീറ്റിലാണ് സിഡ്നിയും ഗാലിയും. അവരുടെ ഡോർ ജാമായിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവർക്ക് വെളിയിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ മുൻഭാഗത്ത് കൂടെ വരാൻ പറ്റുള്ളൂ. കില്ലർ ഇപ്പോൾ ബോധം കെട്ട് കിടക്കുന്നതുകൊണ്ട് സിഡ്നി മുൻഭാഗത്തേക്ക് വന്നു. എന്നിട്ട് അവൾ ആദ്യം നോക്കുന്നത് ആ കില്ലറുടെ മാസ്ക് ഊരാനാണ്. അത് ആരാണെന്ന് അറിയാലോ. എന്നാൽ ആ മാസ്ക് ഊരാൻ തുടങ്ങുമ്പോൾ അവൾക്ക് എന്തൊരു പേടി. അതുകൊണ്ട് ആ മാസ്ക് ഊരാതെ അവൾ കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. അങ്ങനെ സിഡ്നി ഇറങ്ങിയതിന് ശേഷം ഗാലിയും അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങാണ്. എന്നിട്ട് വേഗം തന്നെ അവരവിടെ നടക്കാൻ തുടങ്ങി. എന്നാൽ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ സിഡ്നി അവിടെ നിന്നു. അവൾക്ക് ആ കില്ലർ ആരാണെന്ന് അറിയണം. അതുകൊണ്ട് അയാളുടെ മാസ്ക് മാറ്റാൻ വേണ്ടി അവൾ ആ കാറിന് മുമ്പിലേക്ക് വന്നു. എന്നാൽ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ കില്ലർ ആ കാറിനകത്തുണ്ടായിരുന്നില്ല.
പെട്ടെന്നാണ് കില്ലർ വന്നിട്ട് കുറച്ച് അപ്പുറത്ത് നിൽക്കുന്ന ഗാലിയെ പിടിക്കുന്നത്. ഉടനെ തന്നെ അയാൾ അവളെയും കൊന്നു കളഞ്ഞു. ഇതെല്ലാം കണ്ട് പേടിക്കുന്ന സിഡ്നി ആണെങ്കിൽ വേഗം തന്നെ അവിടെ ഓടാൻ തുടങ്ങി. അങ്ങനെ അവൾ നേരെ പോകുന്നത് അവരുടെ കോളേജിലേക്കാണ്, ആ നാടകം നടക്കുന്ന സ്റ്റേജിലേക്ക്. എന്നാൽ അവളങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ ഡെറിക്കിനെ അവിടെ കെട്ടിയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. വേറെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവളിപ്പോൾ ഡെറിക്കിന്റെ കെട്ടുകൾ അഴിക്കാൻ തുടങ്ങുമ്പോഴാണ് കില്ലർ അങ്ങോട്ട് വരുന്നത്. ഇവിടെ വെച്ചിട്ട് കില്ലർ ആരാണ് എന്ന് അവൻ തന്നെ റിവീൽ ചെയ്യാണ്. അത് ആ മിക്കി ആയിരുന്നു. അത് മിക്കിയാണെന്ന് മനസ്സിലാവുമ്പോൾ സിഡ്നി ഞെട്ടിപ്പോയി, ഡെറിക്കും ഞെട്ടിപ്പോയി. എന്നാൽ അത് കാണുന്ന മിക്കി പറയുന്നത്, നീ എന്തിനാ ഡെറിക്ക് ഞെട്ടുന്നത്? നീ എന്റെ പാർട്ട്ണർ അല്ലേ? ഇത്രയും സമയം നമ്മൾ എല്ലാ കാര്യവും ചെയ്തത് ഒരുമിച്ചാണ്, എന്നിട്ട് ഇപ്പൊ നീ കിടന്ന് അഭിനയിക്കുന്നു. മിക്കി അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സിഡ്നി ഇപ്പൊ പേടിയോടെ ഡെറിക്കിനൊന്ന് നോക്കി, എന്നിട്ട് പതുക്കെ പുറകിലേക്ക് മാറി. എന്നാൽ ഈ സമയത്താണ് മിക്കി തോക്കെടുത്തിട്ട് ഡെറിക്കിന് ഷൂട്ട് ചെയ്യുന്നത്. അതോടുകൂടെ ഡെറിക്ക് മരിച്ചു. എന്നിട്ട് മിക്കി പറയുന്നത്, ഞാൻ വെറുതെ പറഞ്ഞ സിഡ്നി, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല, അവനൊരു പാവമാണ്. പക്ഷെ എനിക്കൊരു പാർട്ട്ണർ ഉണ്ട്, അയാളിപ്പം നിന്റെ മുമ്പിലേക്ക് വരും എന്നാണ് മിക്കി പറയുന്നത്. ഇനിയിപ്പോൾ ഈ മിക്കി കൊലപാതകങ്ങളൊക്കെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊരു സൈക്കോ ഒന്നുമല്ല. ഈ സിനിമകളിലെ വയലൻസ് കാരണം ഒരുപാട് പേര് വഴി തെറ്റുന്നുണ്ട് എന്നവന് പ്രൂവ് ചെയ്യണമായിരുന്നു. അതുകൊണ്ടാണ് ഇവൻ ഇതുപോലത്തെ കൊലപാതകങ്ങളൊക്കെ നടത്തിയത്. ഇനിയിപ്പോൾ പിടികൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവൻ സിഡ്നിയുടെ അടുത്ത് പറയുമ്പോഴാണ് ഗെയിൽ അങ്ങോട്ട് വരുന്നത്. അത് കാണുമ്പോൾ സിഡ്നി പിന്നെയും ഞെട്ടി. ഇനി ഇവളാണോ മിക്കിയുടെ പാർട്ട്ണർ? എന്ന ഗെയിൽ അല്ല മിക്കിയുടെ പാർട്ട്ണർ, അത് ആ ലോക്കൽ പത്ര റിപ്പോർട്ടറായ ലൂമിസ് ആണ്. അവളും ഇപ്പം അങ്ങോട്ട് വന്നു. ഇനി ഇവളെന്തിനാണ് ഈ കൊലപാതകം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതികാരമാണ്. പക്ഷെ ഇവക്കാകെ ഒരൊറ്റൊരാളോടെ പ്രതികാരമുള്ളൂ, അത് ഈ സിഡ്നിയുടെ അടുത്താണ്. അതിന് കാരണം കഴിഞ്ഞ സിനിമയിൽ മരിച്ചുപോയ ബില്ലി ഉണ്ടല്ലോ, അവന്റെ അമ്മയാണ് ഈ ലൂമിസ്. ബില്ലി മരിക്കാൻ കാരണം സിഡ്നിയാണ്. അതുകൊണ്ടാണ് ഇവൾ സിഡ്നിയെ കൊല്ലാൻ ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവളിപ്പോൾ ആ മിക്കിക്ക് നേരെ ഷൂട്ട് ചെയ്തു. എന്നാൽ അവന് വെടികൊണ്ട സമയത്ത് അപ്പുറത്ത് ആ ഗെയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. മിക്കി ഇപ്പം അവക്ക് നേരെയും വെടിവെക്കുകയാണ്. അതോടുകൂടെ ഗെയിൽ ഇപ്പം സ്റ്റേജിൽ നിന്ന് താഴേക്ക് വീണു. ഇനിയിപ്പോൾ ആ ലൂമിസ് മിക്കിയെ വെടിവെച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നടന്ന മുഴുവൻ കൊലപാതകങ്ങളും മിക്കിയാണ് ചെയ്തത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ഫൈറ്റിന്റെ ഇടയിൽ ഈ മിക്കിയും മരിച്ചു എന്നായിരിക്കും ഇവളിനി പോലീസുകാരുടെ അടുത്ത് പറയാൻ പോകുന്നത്. പിന്നീട് അങ്ങോട്ട് കാണിക്കുന്നത് ഈ ലൂമിസും സിഡ്നിയും തമ്മിലുള്ള ഒരു ഫൈറ്റാണ്. പക്ഷെ എന്ത് കാണിച്ചിട്ടും സിഡ്നിക്ക് അവരുടെ മുമ്പിൽ പിടിച്ചേക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ലൂമിസ് പെട്ടെന്ന് തന്നെ സിഡ്നിയെ കയറി പിടിച്ചു. എന്നിട്ട് അവളെ കൊല്ലാൻ തുടങ്ങുമ്പോഴാണ് ഒരു തോക്കുമായിട്ട് ആ കോട്ടൻ അങ്ങോട്ട് വരുന്നത്. പക്ഷെ അവിടെ എന്താണ് നടക്കുന്നത് എന്ന കാര്യം കോട്ടന് മനസ്സിലായിട്ടില്ല. എന്നാൽ സിഡ്നി ഇപ്പോൾ കോട്ടന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാവരെയും കൊന്നത് ഈ ലൂമിസും മിക്കിയുമാണെന്ന്. എന്നാൽ സിഡ്നി അതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ലൂമിസ് ഇപ്പോൾ കോട്ടന്റെ അടുത്ത് പറയുന്നത്, ഇവള് കാരണം 1 വർഷം നീ ജയിലിൽ കടന്നല്ലേ, നീ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടല്ല നടക്കുന്നത്, നിനക്ക് ഫേമസ് ആവാൻ വേണ്ടിയിട്ട്. നിന്നെ ഞാൻ ഫേമസ് ആക്കാം, പക്ഷെ ഇവളെ കൊല്ലാൻ നീ എന്നെ അനുവദിക്കണം എന്നാണ്. ലൂമിസ് അത് പറയുമ്പോൾ കോട്ടൻ എന്തോ ആലോചിച്ചു. എന്നിട്ട് അവനിപ്പോൾ സിഡ്നിയുടെ അടുത്ത് പറയുന്നത്, ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് സിഡ്നി? ഓക്കെ, അത് ഞാൻ നിനക്ക് വിട്ടുതരാം. ഞാൻ കുറേ ദിവസമായിട്ട് ഒരു ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞിട്ട് നിന്റെ പുറകെ നടക്കുന്നുണ്ടല്ലോ, അതിന് നീ സമ്മതിക്കുകയാണെങ്കിൽ നിന്നെ ഞാനിപ്പോൾ രക്ഷിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ലൂമിസ് നിന്നെ കൊല്ലും. ഏതാണ് വേണ്ടത് നിനക്ക് തീരുമാനിക്കാം എന്നാണ് കോട്ടൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവൾ ആ ഇന്റർവ്യൂവിന് സമ്മതം പറയാണ്. അവൾ അത് പറഞ്ഞു തീർന്നതും അടുത്ത സെക്കൻഡിൽ കോട്ടൻ ആ ലൂമിസിന് വെടിവെച്ച് വന്നു. അങ്ങനെ ലൂമിസ് വെടിയേറ്റ് താഴേക്ക് വീണ് കഴിയുമ്പോൾ സിഡ്നി വേഗം തന്നെ അവളുടെ അടുത്തേക്ക് വന്നു. എന്നാൽ ഈ സമയത്താണ് ഗെയിൽ എഴുന്നേറ്റ് വരുന്നത്. അവൾക്ക് വെടി കൊണ്ടെങ്കിലും അത് പ്രശ്നമുള്ള ഭാഗത്തല്ല. അങ്ങനെ വേഗം തന്നെ സിഡ്നി അവളെ സ്റ്റേജിലേക്ക് കയറ്റി. എന്നാൽ ഈ സമയത്താണ് അവിടെ വീണ് നടന്നിരുന്ന മിക്കി എഴുന്നേറ്റ് വരുന്നത്. അത് കണ്ടതും സിഡ്നിയും ഗെയിലും ഒരുമിച്ച് മിക്കിക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. ഇപ്പൊ അവന്റെ പണി ശരിക്കും തീർന്നു. എന്നാൽ അവൻ മരിച്ചു കഴിയുമ്പോൾ സിഡ്നിക്ക് ഒരു ഡൗട്ട്, ഇനി ലൂമിസ് എങ്ങാനും മരിച്ചിട്ടില്ലെങ്കിലോ. അതുകൊണ്ട് അവളുടെ മരണം ഒന്ന് കൺഫേം ചെയ്യാൻ അവൾ ലൂമിസിന്റെ തലയ്ക്ക് തന്നെ ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ അവരെല്ലാവരും തിരിച്ച് കോളേജ് കോമ്പൗണ്ടിലേക്ക് എത്തി. ഈ സമയം ക്യാമറാമാനായ ജോയൽ ഇപ്പം ക്യാമറയും പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. അവനിപ്പോൾ ഗെയിലിന്റെ കൂടെ വന്നിരിക്കുകയാണ്. ഗെയിലിനിപ്പോൾ തീരെ വയ്യെങ്കിലും അവളിപ്പോൾ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മൈക്ക് എടുത്തു. എന്നാൽ ഈ സമയത്താണ് അവൾ അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ച കാണുന്നത്. 2-3 പോലീസുകാരിപ്പം ആ ഡൂവി അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഡൂവി ഇതുവരെയായിട്ട് മരിച്ചിട്ടില്ല. അങ്ങനെ അവർ ഡൂവി ആംബുലൻസിലേക്ക് കയറ്റി. കഴിഞ്ഞ തവണ അവനെ ഹോസ്പിറ്റലാക്കിയപ്പം ഇവൾ അവന്റെ കൂടെ പോയിട്ടില്ലായിരുന്നല്ലോ. അതിലിപ്പം അവൾ അവനെ ശരിക്കും സ്നേഹിക്കുന്നതുകൊണ്ട് ആ റിപ്പോർട്ടിംഗ് ഒക്കെ വേണ്ടാന്ന് വെച്ചിട്ട് അവൾ ആ ആംബുലൻസിലേക്ക് കയറാണ്. ഇതേസമയം തന്നെ കുറച്ച് പത്രക്കാർ ഇപ്പൊ സിഡ്നിയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവരിപ്പോൾ അവളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ തുടങ്ങി. എന്നാൽ അവള് പറയുന്നത്, ഇന്നത്തെ ഹീറോ ഞാനല്ല, നിങ്ങൾ അവിടെ നിൽക്കുന്ന കോട്ടനെ കണ്ടില്ലേ, അവനാണ് ഹീറോ. നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ അവന്റെ അടുത്ത് ചോദിക്കാം. അവൾ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പം പത്രക്കാരെല്ലാവരും കൂടെ ഇപ്പൊ കോട്ടന്റെ അടുത്തേക്ക് പോവാണ്. ഈ സമയം വളരെ സമാധാനത്തോടെ സിഡ്നി അവളുടെ റൂമിലേക്ക് നടക്കുകയും ചെയ്തു. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.